സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയ കേസിലാണ് സൈബർ പോലീസിന്റെ നടപടി. നന്ദാവനം AR ക്യാമ്പിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുകയാണ്. കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. റിനു ശ്രീധർ, സുജിത് സുരേന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം റിനു ശ്രീധറിലേക്കാണ്. റിനു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി രാഹുൽ ഈശ്വർ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്നു. യൂട്യൂബ് ചാനലിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ, കൂടാതെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു പോലീസിന്റെ നടപടി? അനുജ, ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നുള്ള വിവരമാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് ഭാര്യയോടൊപ്പം ഈ AR ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്ററോഗേഷൻ തുടരുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസിൽ 4ാം പ്രതിയായി സന്ദീപ് വാര്യറെയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ 5ാം പ്രതിയായും പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1ാം പ്രതി രഞ്ജിത പുളിക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ഈ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സൈബർ പോലീസ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ പുറത്തേക്ക് വന്നത്, നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടിക്കലൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ ദീപ രാഹുൽ പറയുന്നത് ഒരു തരത്തിലും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് നിലവിൽ രാഹുൽ ഈശ്വറിന് എതിരെ ചുമത്തിയിട്ടുള്ളത് എന്നും ഭാര്യ ദീപ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് AR ക്യാമ്പിൽ. ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള, അതായത് നിലവിൽ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ജാമ്യം എടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തിയതായും ദീപ രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ സൈബർ DCPയുടെ നേതൃത്വത്തിൽ AR ക്യാമ്പിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മാധ്യമങ്ങളിലടക്കമെത്തി രാഹുൽ ഈശ്വർ പെൺകുട്ടി ഇരയെ വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇരയുടെ ജോലി എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണവും ആക്ഷേപവും. അതിനെ തുടർന്നാണ് നിലവിൽ സ്വമേധയാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനുജ, സുജിത് സുരേന്ദ്രൻ കൂടിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയൊക്കെ പിടിച്ചെടുക്കും, ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാകും ചുമത്തുക എന്നൊക്കെ ആ കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ റിനു ശ്രീധർ വിശദീകരിച്ചത്. കഴിഞ്ഞ എത്ര സമയമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്? AR ക്യാമ്പിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണല്ലോ നടക്കുന്നത്. എങ്ങനെയാണ് നടപടിക്രമങ്ങളെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ടോ? അനുജ, രാഹുൽ ഈശ്വർ ഭാര്യ ദീപ രാഹുലിനൊപ്പമാണ് AR ക്യാമ്പിലേക്ക് എത്തിയത്. ആദ്യം പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അങ്ങനെയാണ് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അവിടെ നിന്നും ഇവർ വരുന്ന മാർഗമധ്യയാണ് AR ക്യാമ്പിലേക്ക് എത്താൻ പോലീസ് അറിയിച്ചത്. അങ്ങനെ അതനുസരിച്ചാണ് ഇവിടേക്ക് AR ക്യാമ്പിലേക്ക് എത്തിയത്. അതിനുശേഷം FIR രേഖപ്പെടുത്തി FIR ഇവർക്ക് വായിക്കാൻ നൽകി എന്നുള്ളതാണ് ദീപ രാഹുൽ പറയുന്നത്. അതിൽ കൃത്യമായി 5 പ്രതികളാണ് ഉള്ളത്. പ്രധാനമായും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 5 പ്രതികൾ, ദീപ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളായി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ നടത്തിയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ADGP വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരയ്ക്കെതിരെയുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സൈബർ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ പലതും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ദീപ രാഹുൽ പറയുന്നത് യാതൊരു തരത്തിലും രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ യാതൊരു തരത്തിലുള്ള ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല. ഫോട്ടോയോ പേരോ ഒന്നും തന്നെ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സൈബർ പോലീസ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പരാമർശങ്ങൾ അത് കോൺഗ്രസ് നേതൃത്വത്തിൽ ചില കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിങ്ങിലൊക്കെ ഉൾപ്പെടെ ഉള്ള ചില ആളുകളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു സൈബർ പോലീസ് നടത്തി വന്നിരുന്നത്. അതിന്റെ
അതിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസിനെതിരെ സൈബർ പോലീസിന് ലഭിച്ച ഈ പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ആക്ഷേപിക്കുന്നു, വലിയ രീതിയിൽ അത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇര പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഈ പെൺകുട്ടി അതിജീവിത കൃത്യമായ അതിനുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പരാതിക്കൊപ്പം. ആ പരാതിക്കൊപ്പം നൽകിയിട്ടുള്ള ആ തെളിവുകളും ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന പെൺകുട്ടി നൽകിയിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ടോ ആ കൃത്യമായ ഭാഗങ്ങൾ പെൺകുട്ടി അടയാളപ്പെടുത്തി തന്നെയാണ് നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്റെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാഹുൽ ഈശ്വറിനൊപ്പമുള്ള മറ്റു ചില ആളുകൾ, പ്രധാനമായും ഈ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇരയുടെ കൃത്യമായ വിശദാംശങ്ങൾ, രേഖകൾ അവരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഐഡന്റിറ്റി വെളിപ്പാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പെൺകുട്ടി നൽകിയിട്ടുള്ള പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ രാഹുൽ ഈശ്വറിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലായിരിക്കും അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത എന്നാണ് നമുക്കിപ്പോൾ എയർ ക്യാമ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.